സുമനസുകളുടെ കനിവ് തേടുകയാണ് തൃക്കലങ്ങോട് ആനക്കോട്ടപ്പുറം സ്വദേശിനി വിജി. ബ്ലഡ് ക്യാൻസർ ബാധിച്ച വിജിയുടെ തുടർ ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ആവശ്യമുള്ളത്. തുക കണ്ടെത്താനായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൈകോർക്കാം വിജിയുടെ ചികിത്സയ്ക്കായി. സ്ക്രീനിൽ കാണിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്ക് മഞ്ചേരി ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലേക്കും QR കോഡിലേക്കും പണം അയക്കാവുന്നതാണ്. നിലവിൽ തലശ്ശേരി ക്യാൻസർ ആശുപത്രിയിൽ ചികിത്സയിലാണ് 35 വയസ്സ് മാത്രം പ്രായമുള്ള വിജി. ഓട്ടോ ഡ്രൈവറായ ഭർത്താവും ഒരു കുട്ടിയും അടങ്ങുന്ന ഈ കുടുംബത്തിനെ സഹായിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഉടൻ വിജിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ ഇതിനോടകം നിർദ്ദേശിച്ചിട്ടുള്ളത്. തൃക്കലങ്ങോട് പഞ്ചായത്തിലെ ആനക്കോട്ടുപുറം 23-ാം വാർഡിൽ താമസിക്കുന്ന പ്രിയ സഹോദരിയാണ് വിജി. അവർ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉടനടി മജ്ജ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 40 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. വിജിയുടെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് വിജിയുടേത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരായ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി വിജി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ വിജി ചികിത്സാ സഹായ സമിതിയിലേക്ക് എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് 2 മാസത്തിനുള്ളിൽ തന്നെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് ഈ 2 മാസത്തിനുള്ളിൽ ഇതിനാവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഞങ്ങളുടെ ഈ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഈ ഫണ്ട് സ്വരൂപീകരണത്തിൽ ആത്മാർത്ഥമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിജിയുടെ ചികിത്സയ്ക്ക് വേണ്ടി 2 മാസം കൊണ്ട് 40 ലക്ഷം രൂപ സ്വരൂപിക്കേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം 2 മാസത്തിനുള്ളിൽ ഓപ്പറേഷനുകളും ചികിത്സകളും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നാട്ടുകാരും എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാവണം.